Alright, so welcome back to another video. Guys, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തംബ്നെയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ ഒരു അഡാർ PC ബിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് with a very good influencer with me. This is KP Karate boy. അപ്പോൾ പ്രജീഷ് KP ആണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കുറേ PC ബിൽഡ് വീഡിയോയിൽ പ്രജീഷ് ആണ്. നിങ്ങൾക്ക് അറിയാം പ്രജീഷിനെ സുപരിചിതമാണ് അല്ലേ, ഫെമിലിയർ ആണ്. പ്രജീഷ് കുറേ ബിൽഡുകൾ PC ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഡാറ ബിൽഡും പ്രജീഷ് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ ബിൽഡിന്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്താണ്, ഇത് എന്തുകൊണ്ട് നിങ്ങൾ എടുക്കണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. സോ വിതൗട്ട് ടു മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ആഫിയർ, യു വാച്ചിങ് GeekBoZ TV. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു PC ബിൽഡിൽ നമ്മൾ ഒരു കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് ഈ ഒരു PC ബിൽഡിൽ ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിൽ വളരെ അധികം ഹയർ എൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വേണം എന്നതിലുപരി ഇതിന്റെ ലുക്ക് അല്ലെ, അങ്ങനെയായിരുന്നു അല്ലെ ആഷിക്ക്, എന്തായിരുന്നു പറഞ്ഞ പുള്ളി? അതെ, അതേപോലെ അത്രയും ലുക്കാണ് ആ PCക്ക് വേണ്ടത്. അപ്പം പ്രിസ്റ്റീജിയസ് ലുക്ക് ആൻഡ് പെർഫോമൻസ്, അപ്പം അത് കംപ്ലീറ്റ് ഉള്ള ഒരു ബിൽഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന്റെ സ്പെസിഫിക്കേഷനിൽ ആദ്യം തന്നെ മെയിൻ ആയിട്ടുള്ളത് പ്രൊസസ്സറാണ്. ഇതിൽ നിങ്ങൾ റൈസൻ പ്രതീക്ഷിക്കേണ്ട, ദിസ് ഈസ് ആൻ ഇന്റൽ ബിൽഡ്. ഇന്റലിന്റെ കോർ i9 ഏതായിരുന്നു പ്രൊസസർ? 12900K അൺലോക്ക്ഡ് പ്രൊസസർ ആണ്. നിങ്ങൾക്ക് ഓവർക്ലോക്ക് ചെയ്യാം. പിന്നെ അറിയാലോ, ഇറ്റ്സ് എ ബീസ്റ്റ് കൈൻഡ് ഓഫ് പ്രൊസസർ. പിന്നെ നിങ്ങൾക്ക് എഡിറ്റിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ, ഗെയിമിംഗ്, എനിത്തിങ് നിങ്ങൾ എന്ത് ചെയ്താലും ഈ ഒരു പ്രൊസസർ ഈസ് മോർ ദാൻ ഇനഫ് ഫോർ യു. അറ്റ്ലീസ്റ്റ് ഒരു 3-4 വർഷമെങ്കിലും സേഫ് സൈഡ് ആണ്. ദെൻ മദർ ബോർഡ് കമ്മിങ് ടു ദാറ്റ് ഈസ് MSI Z690 Tomahawk വൈഫൈ ബോർഡാണ്. ഇതിൽ ഓവർ എക്സാജുറേറ്റഡ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. Z690 ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ബോർഡ് ഈസ് MSI Tomahawk. പിന്നെ അതിൻ്റെയും പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി റാം വരുമ്പോൾ ഇതിൽ 32 GB ആണ്, 64 GB ആണ്. 64 GB ആൻഡ് ദ ഫ്രീക്വൻസീസ് 3600 MHz വരുന്ന 64 GB XPG ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റാം. SSD ആയിട്ട് നമ്മൾ 1 TB 980, അതായത് സാംസങ്ങിന്റെ NVMe Gen 4 PCI. നിങ്ങൾക്ക് അറിയാം, Gen 4 ആർക്കിടെക്ചറിൽ ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ക്ലാസ്, മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. കംപ്ലൈന്റ് റേഷ്യോ വളരെ കുറവാണ്. സാംസങ്ങിന്റെ 980 Pro 1 TB. ഒരെണ്ണമാണോ അതോ രണ്ടാണോ? ഒരൊറ്റ 1 TB വെച്ചിട്ടുള്ളൂ. ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ അപ്ഗ്രേഡ് ഇൻ ദ ഫ്യൂച്ചർ. പിന്നെ ഗ്രാഫിക്സ് കാർഡ്, ദ മാസ്റ്റർ ഓഫ് ദിസ് ബിൽഡ് ഈസ് an RTX 3090 24 GB കാർഡ്. ഇനി 40 സീരീസ് വരുമ്പോൾ 40 അപ്ഗ്രേഡ് ചെയ്യും. പക്ഷേ ആക്ച്വലി 3090 ഈസ് മോർ ദാൻ ഇനഫ് ഫോർ PC ഗെയിമേഴ്സ്, കാഷ്വൽ ഗെയിമേഴ്സ് ആയാലും ഹാർഡ് കോർ ഗെയിമേഴ്സ് ആയിക്കോട്ടെ. ഈവൻ ഇഫ് യു ആർ എ കോണ്ടന്റ് ക്രിയേറ്റർ. സൈബർ പങ്കിൽ മാത്രം FPS കുറവാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. ആഷിക്ക് പറയുന്നത് സൈബർ പങ്കിൽ FPS കുറവെന്നാണ്. അത് അൾട്രാ സെറ്റിംഗ്സിൽ who is going to play Cyberpunk അല്ലേ? ഞാൻ കളിക്കാറില്ല. എനിവേ, അപ്പോൾ കമ്മിങ് ടു ദ മെയിൻ പോയിന്റ്, അപ്പോൾ ഈ ഒരു ബിൽഡിൽ 3090 അതും റോഗ് സ്ട്രിക്സ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ലിക്വിഡ് കൂളർ ഈസ് റിയൂജിൻ, അസൂസിന്റെ റോഗ് റിയൂജിൻ 2 version 2 ഓക്കെ. അതും 360 ആണ് കേട്ടോ. 360 ഇതാണ് ഫാൻസ്, അതായത് 360 mm. ആക്ച്വലി 3 ഫാൻസ് ഉണ്ട്, ട്രിപ്പിൾ ഫാൻസ് ആണ്. ഇൻ ഡിസ്പ്ലേ ഉള്ള മോഡലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ NZXT Z73 എടുക്കണമെന്നായിരുന്നു. പക്ഷേ ഈ ഒരു അസൂസിന്റെ ഗ്രാഫിക്സ് കാർഡും അസൂസിന്റെ എന്താ പറയുക ലിക്വിഡ് കൂളറും കൂടെ കോമ്പിനേഷൻ കണ്ടപ്പോൾ റോഗ് എന്ന് പറയുമ്പോൾ ഐ എം എ വെരി ഗുഡ് ഫാൻ ഓഫ് റോഗ്, അസൂസ് റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ്, MSIയുടെയും അസൂസിന്റെയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കൂളറിൽ നമ്മളിപ്പോൾ ഒരു കിടിലൻ വെക്കാൻഡയുടെ ഒരു ജിപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം വിത്ത് അസൂസ് ആർമറി ക്രേറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വെച്ച് നിങ്ങൾക്ക് ഫുള്ളി കസ്റ്റമൈസബിൾ ആണ്. പിന്നെ ഈ ലൈറ്റ്സ് എല്ലാം സിങ്ക് ചെയ്തിരിക്കുന്നത് മിസ്റ്റിക് ലൈറ്റ് വെച്ചിട്ടാണ് അല്ലേ? ഇതിൽ 4 സോഫ്റ്റ്വെയർസ് മൊത്തം വരുന്നുണ്ട് ലൈറ്റിങ്ങിന് വേണ്ടി മാത്രം. ഓക്കെ, മിസ്റ്റിക് ലൈറ്റ് വരുന്നുണ്ട്. മിസ്റ്റിക് ലൈറ്റ്, അതായത് മിസ്റ്റിക് ലൈറ്റ് MSIയുടെ ആണ് കേട്ടോ. MSIയുടെ മിസ്റ്റിക് ആർമറി ക്രേറ്റ് അസൂസിന്റെ വരുന്നുണ്ട്. അസൂസിന്റെ ആർമറി ക്രേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് അസൂസിന്റെ എല്ലാ റേഞ്ച് ഓഫ് പ്രോഡക്ട്സും നിങ്ങൾക്ക് അതിൽ സിങ്ക് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ L കണക്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലിയാൻലിയുടെ L കണക്ട് വെച്ചിട്ടാണ് ഈ സ്ട്രിമ്മർ കേബിൾസ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബിൽഡിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ ഈ കേസിൽ ഇരിക്കുമ്പോൾ അതിൻ്റെതായ പരമാവധി ബ്യൂട്ടിക്ക് വരേണ്ട സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു സ്ട്രിമ്മർ പ്ലസ് ആണ് തോന്നുന്നത്. സ്ട്രിമ്മർ പ്ലസ് കേബിൾസ് അറിയാലോ, 8,000 to 9,000 rupees വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കേബിൾസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വെക്കണോ വെക്കണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. വെച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, കാരണം പെർഫോമൻസിന് അതൊരു രീതിയിലും ബാധിക്കില്ല. പക്ഷെ ലുക്സ് വേണം. ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള കുറേ എഫക്ട്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ സിഗ്നേച്ചർ ബിൽഡിൽ പോലും നമ്മൾ അതായിരുന്നു ചെയ്തിരുന്നത്.
പിന്നെ സോഫ്റ്റ്വെയറും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂളർ മാസ്റ്ററിന്റെ എന്തായിരുന്നു സോഫ്റ്റ്വെയറിന്റെ പേര്? കൂളർ മാസ്റ്റർ പ്ലസ് എന്ന് പറഞ്ഞു. അതെ, കൂളർ മാസ്റ്റർ പ്ലസ് CM പ്ലസ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ. അത് വെച്ചിട്ടാണ് ഈ ഒരു ക്യാബിനറ്റിന്റെ ലൈറ്റ്, ഫ്രണ്ടിൽ ഒരു ഡോം പോലത്തെ സംഭവം ഉണ്ട്, അതിന്റെ ലൈറ്റ്സ് എല്ലാം സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ജിഫ് ഇടാം, ഫോട്ടോസ് ഇടാം, ജിഫ് ഇടാൻ പറ്റില്ല, ഫോട്ടോസ് ഇടാം. പിന്നെ CPU, GPU, ടെമ്പറേച്ചർ, യൂസേജ്, അങ്ങനെ എല്ലാ കാര്യം, ഈവൻ FPS പോലും നമുക്ക് അതിൽ കാണിക്കാൻ പറ്റും. ഫ്രണ്ടിലത്തെ ലൈറ്റ്സ് ഒരു ബാർ ലൈറ്റിംഗ് ഉണ്ട്. പിന്നെ ഈ ക്യാബിനറ്റിനെ പറ്റി പറയാമല്ലോ, പറയാം, സൗത്ത് ഇന്ത്യയില് ഫസ്റ്റ് ക്യാബിനറ്റ് PC ഈ ഒരു ബിൽഡ് വരുന്ന വീഡിയോ ഫസ്റ്റ് ആയിരിക്കും. അത് മലയാളത്തിൽ ചെയ്യാൻ പറ്റിയത് ബിഗ് താങ്ക്സ് ടു കുളമാസ്റ്റർ. നമ്മുടെയൊക്കെ ഈ ഒരു ടീഷർട്ട് ഉണ്ടോ നിങ്ങൾ, 30th ആനിവേഴ്സറി എഡിഷൻ ആണ്. നമുക്ക് അവർ 30th ആനിവേഴ്സറിക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ടീഷർട്ട്, ഐ മീൻ ജാക്കറ്റാണിത്. അപ്പം ഹുഡീസ് അല്ല, ജാക്കറ്റാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ 5th ഇയർ ആനിവേഴ്സറിക്ക് നമ്മൾ കുളമാസ്റ്ററിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ബിൽഡാണ് ഈ ഒരു ഹാഫ് ഇവോ ബിൽഡ്. കുളമാസ്റ്ററിന്റെ ഹാഫ് ഇവോ ആണ്. വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് ക്യാബിനറ്റ് ആണ് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളത്. അതിലൊന്നാണ് നമ്മുടെ പിറകെ ഇരിക്കുന്നത്. പിന്നെ നമ്പർ ഓഫ് ഫാൻസിനെ പറ്റിയൊക്കെ പ്രതീക്ഷ പറയും. ഇതിന്റെ ഈ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതെല്ലാം പ്രതീക്ഷ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വേറെ എന്തൊക്കെ അക്സസറീസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഇതിൽ നമ്മൾ വേറെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി ഫാൻ കിറ്റ്സ് ആണ്. ഇതിൽ ഓൾറെഡി ക്യാബിനറ്റിൽ ഇൻബിൽഡ് ആയിട്ട് നമുക്കൊരു 200 mm രണ്ട് ഫാൻസ് വരുന്നുണ്ട്. അത് നോൺ ARGB ആണ്, പക്ഷേ ഇൻടേക്ക് ആണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ 3 കിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഹാലോ MF120 ഹാലോ ഫാൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മൾ താഴെ ലോവർ സൈഡിലും 3 കിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നമുക്ക് നോർമൽ വ്യൂവിൽ കാണാൻ പറ്റത്തില്ല, നമുക്ക് ഈ കൂളർ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിന്റെ ബാക്ക് സൈഡിലും ഒരു 3 ഫാൻസ്, പിന്നെയും 3, അതായത് 1, 2, 3 കിറ്റ് എന്ന് പറയുമ്പോൾ നിയർലി 9 ഫാൻസ് കിറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ് ഫാൻസ് ഇൻബിൽഡ് ആയിട്ട് 2 ഫാൻസ് വരുന്നുണ്ട്. അത് ARGB ആണ്. അത് ARGB ആണ്, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതിന്റെ കൂടെ ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ഒരു ഫാനും കൂടെ വരുന്നുണ്ട്. മീൻസ് അത് നമ്മൾ ഇത് കിറ്റ് മീൻസ് വേണ്ടി അതൊന്നും മാറ്റിയിട്ടുണ്ട്. അതിന് പകരമാണ് ഈ ഒരു 3 ഫാൻസ്. അയ്യോ, ഇനി PSUവിനെ പറ്റി പറഞ്ഞില്ലല്ലോ. PSU നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏതായിരുന്നു? EVGA പറ്റി ഇപ്പൊ നിങ്ങൾ ന്യൂസ് ഒക്കെ അറിഞ്ഞു കാണും. NVIDIAയുടെ കാർഡ്സ് അവർ മാനുഫാക്ചർ ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളത് വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ബട്ട് എനിവേ, PSU ഈസ് വൺ ഓഫ് എ കൈൻഡ്. 1300 വാട്ട്സിന്റെ EVGA GT 1300 PSU ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയും വോൾട്ടേജ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഷുഡ് ബി PC ഈസ് വെരി ഫ്യൂച്ചർ പ്രൂഫ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് എനി ടൈം. പിന്നെ നമ്മുടെ ഈ ഒരു ക്യാബിനിന്റെ കൂടെ തന്നെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വെർട്ടിക്കൽ മൗണ്ട് ഓപ്ഷൻ വിത്ത് PCI Gen 4.0 ഒരു കേബിളും കൂടെ ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നുണ്ട്, ഇൻബിൽഡ് ആയിട്ട് നമ്മുടെ ക്യാബിനറ്റിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അഡീഷണൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൊറിസോണ്ടൽ മൗണ്ട് ആക്സസറി. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു മൗണ്ട് സപ്പോർട്ട് വെക്കുന്നുണ്ട്. അതും കുളമാസ്റ്റർ മാസ്റ്റർ അക്സസറി വെർട്ടിക്കൽ മൗണ്ട്, നമ്മുടെ GPU മൗണ്ട്, അതാണ് ഈ ഒരു പ്രോഡക്റ്റ്. അതും ARGB ആണ്. സത്യം പറഞ്ഞാൽ ഇതില് ARGB അല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഈ ഒരു ബിൽഡ് സത്യം പറഞ്ഞാൽ നമുക്കൊരു ക്ലയന്റിന് എന്നല്ല, നമ്മളിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബിൽഡ് അല്ല ഇത്. കാരണം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റ്സോ അല്ലെങ്കിൽ ഈ ഫ്ലാഷി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വേണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഇഫ് യു നീഡ് എ ലാംബോർഗിനി, നിങ്ങൾ ആ ഒരു ടൈപ്പിലാണ് നിങ്ങൾ ഒരു PC ബിൽഡ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് A to B അല്ലെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം ടു കൊല്ലം പോകണമെങ്കിൽ നിങ്ങൾക്ക് അംബാസിഡറോ ആൾട്ടോയോ ഏത് കാർ വേണോ ഉപയോഗിക്കാം. നിങ്ങൾ ലാംബോർഗിനിയിലേ പോകുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് PC ഈസ് ഫോർ യു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു PC ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ബിൽഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോട്ടോസും വീഡിയോസും റീൽസും എല്ലാം കാണുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ PC ബിൽഡ് ചെയ്തപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രശ്നം മെയിൻലി പ്രശ്നമായിട്ടല്ല, മീൻസ് ഇത്രയും ഇതിലൊരു ഹെവി ക്യാബിനറ്റ് ആണ്. അത് ചെയ്യുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് ഇതിലൊന്നും മൗണ്ട് ചെയ്യാതെ തന്നെ ഒറ്റയ്ക്ക് എടുക്കുമ്പോഴത്തേക്കും നല്ല വെയിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വലിയ കേസ് ആകുമ്പോഴത്തേക്കും അതിന്റെ മാനേജ്മെന്റും കാര്യങ്ങളും, കേബിൾ മാനേജ്മെന്റും കാര്യങ്ങളും. പിന്നെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ലൈറ്റ് സിങ്കിങ് ആണ്. മീൻസ് ഇത്രയും ഫാൻസും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ലോഡ് എന്തായാലും കൂടും. അപ്പൊ നമ്മൾ അത് മാനേജ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ആ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോൾ PC ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എർത്തിങ് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ഞാൻ പല വീഡിയോസിലൂടെയും പറയുന്നതാണ്, നിങ്ങൾ എർത്തിങ് നോക്കാതെ പലരും ബിൽഡ് ചെയ്യാറുണ്ട്. ഈ എർത്തിങ് കാരണം മാത്രം PC ഇഷ്യൂസ് വരുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു 3090 ആസൂസിന്റെ കാർഡ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബിൽഡ് ചെയ്തപ്പോൾ ഇതിൽ അറിയാലോ, നിങ്ങൾക്ക് ഇതിൽ ഏത് ഗെയിം വേണോ കളിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്ട്രീമിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ
സ്ട്രീമിംഗ് ചെയ്യാം, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, 3D റെൻഡർ, മോഡൽ, എവറിത്തിങ്. നിങ്ങൾ എന്ത് ചെയ്താലും ഈ പി സി ഇസ് മോർ ദാൻ എനഫ് ഫോർ യു. കാരണം 64 GB 1 TB ഓഫ് SSD, i9 12th ജനറേഷൻ K സീരീസ്, അതോടൊപ്പം തന്നെ 3090 കാർഡ്, വെരി ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. പിന്നെ ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്ന മോണിറ്ററും കൂടെ നിങ്ങൾ അറിയണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ LGയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, GN880 എന്നും പറഞ്ഞ്. ആ ഒരു മോണിറ്ററാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അതും ഡുവൽ മോണിറ്റർ, 2 മോണിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അത് തന്നെ ഈ ഒരു ബിൽഡിനെ വളരെയധികം എന്താ പറയുക പവർഫുൾ ആക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ ഒരു പി സി സെറ്റപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡു കോൺടാക്ട് us on Instagram and also join our Discord channel. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇൻ കേസ് ഇഫ് യു വാണ്ട് ടു പർച്ചേസ് ഓർ സംതിങ്, ഡെഫിനറ്റ്ലി നമ്മുടെ ലിങ്ക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ ഗൈസ്, ടിൽ ദെൻ അടുത്ത വീഡിയോ നമ്മൾ കാണുന്നതായിരിക്കും. പ്രശാന്ത് റാവി വിത്ത് പ്രജിഷ് KP.